എല്ലാവർക്കും നമസ്കാരം. മാച്ചാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Six of Wands, 10 of Cups, 9 of Cups, King of Wands, Judgment, 4 of Cups. നിങ്ങളെ സംബന്ധിച്ച് 6 of Cups ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജിയാണ് ഇവിടെ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ കുറച്ച് നാളായിട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം, അത് മനസ്സിലത്തെ ആ ഒരു നെഗറ്റിവിറ്റി മനസ്സിന്ന് പോവാണ്. ചില സാഹചര്യങ്ങൾ, ഭൂതകാലത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അതിന് ഉണ്ടായിട്ടുള്ള അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഫോളോ യുവർ ഹാർട്ട് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് പിന്തുടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകല, മറിച്ച് മനസ്സുകൊണ്ട് നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ്. മാത്രമല്ല ഇവിടുത്തെ ഒരു എനർജി ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, നിങ്ങൾക്ക് ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നു പക്ഷെ നടക്കാത്ത ചില കാര്യങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾ ആ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. ഇതുവരെ ജീവിതം നിങ്ങൾ തള്ളി നീക്കുമായിരുന്നെങ്കിൽ ജീവിതം നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പലതും വേണ്ടെന്ന് വെച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ നല്ലൊരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, കുടുംബത്തിലെ അന്തരീക്ഷമായിരിക്കാം, ചിലപ്പോൾ ചില ആളുകൾ മാതാപിതാക്കന്മാരെ നോക്കേണ്ടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ടൂർ പോകണം, അല്ലെങ്കിൽ അങ്ങനെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ സമയം ഇതിനെല്ലാത്തിനും ഉള്ള നല്ല ഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒത്തിരി കാര്യങ്ങൾ ത്യാഗം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. 10 of Cups ആൻഡ് King of Wands എനർജി കണക്ഷൻസ് ആണ്. അതുപോലെ പുതിയ പുതിയ പല കാര്യങ്ങളും പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ്. പഠിക്കുന്നവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പഠനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ലൊരു സമയമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇനി നിങ്ങൾ പഠിത്തം നിർത്തേണ്ടി വന്നിട്ട്, പിന്നെ ചെറിയ പ്രായത്തിൽ പഠിത്തം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപ്രായത്തിൽ പല സാഹചര്യവശാൽ ജോലിയിലേക്ക് തീരെ ചെറിയ പ്രായത്തിൽ ജോലിയിൽ കയറേണ്ടി വന്നിട്ടുള്ളവർക്ക് വീണ്ടും പഠിക്കാനുള്ള അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റിട്ടയർ ആയിട്ടുണ്ടാവാം ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഡിഗ്രി പൂർത്തിയാക്കാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാത്തവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തീരെ വിദ്യാഭ്യാസപരമായിട്ട് പുറകിൽ നിൽക്കുന്നവരായിരിക്കാം നിങ്ങളുടെ സാഹചര്യവശാൽ. അപ്പോൾ നിങ്ങൾ ഇന്ന പരീക്ഷ എഴുതിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് പാസ്സാകാത്തവർ, ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇപ്പോഴും ഉള്ളവർ അത് പാസ്സാവുന്ന, അതിനുവേണ്ടി പരീക്ഷ എഴുതുന്നതിനൊക്കെയുള്ളൊരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കുറഞ്ഞ പക്ഷം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഫാമിലിയായിട്ട് ഒത്തൊരുമിച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു മാസം. കുടുംബത്തോടൊപ്പം ഇരിക്കാൻ അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കാൻ അവസരം കിട്ടുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു യാത്രയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവാം,
അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ചില ആളുകൾ സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കിൻ്റെ തന്നെ ഭാഗമായിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തിനും ഏതിനും ആരെന്ത് ചോദിച്ചാലും ഓക്കെ പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ മറ്റൊരാളോട് നോ പറയാൻ പറ്റാത്തൊരു ചിന്തയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ഫാമിലിയും ആവശ്യമുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് മനസ്സിലാക്കിയിട്ട് ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ഈ അവസരം മാറ്റി വെച്ചിട്ട് എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന പല ആളുകളുണ്ട്. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ജോലി കാര്യങ്ങൾ അവിടെ നിങ്ങൾ റീപ്ലേസബിൾ ആണ്, പക്ഷെ ഫാമിലിയിൽ ഒരിക്കലും അല്ല. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് പകരമായിട്ട് വേറൊരാളുണ്ടാവില്ല. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. ലാസ്റ്റ് നിങ്ങൾ ചില ആളുകൾ പറയും എല്ലാം കുടുംബത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഫുൾ ടൈം ജോലിയിൽ മുഴുകി നിന്നിട്ട് കുടുംബത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ കുടുംബത്തിന് പൈസ കൊടുത്താൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്നവരാവാതിരിക്കുക. ഫാമിലിക്ക് വേണ്ട നിങ്ങളുടെ ടൈമാണ്. നിങ്ങളോട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, യാത്രകൾ പോവാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. 10 ഓഫ് കപ്സ് എനർജി ആൻഡ് 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. സക്സസ് വരുന്നുണ്ട് ലൈഫിൽ, കരിയറിൽ മുന്നേറുന്നു, ഫിനാൻസിലും നല്ലൊരു ഫിനാൻഷ്യലായിട്ട് ഒത്തിരി മെച്ചം ഉണ്ടാകുന്ന സമയവും തന്നെയാണ് ഈ ഒരു സമയം. പക്ഷേ അതിൽ മാത്രം ഊന്നി നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള തൃപ്തി, സന്തോഷം കാര്യങ്ങൾ തരുന്നൊരു മാസമാണ് ഇത്. അത് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മാനസിക തൃപ്തി തരുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതല്ല എനിക്ക്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കാതെ ഫാമിലിക്കും അതിന് വേണ്ടുന്ന സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ഇത് എന്തെങ്കിലും സൗഹാർദ്ദ കൂട്ടായ്മയോ അല്ലെങ്കിൽ സാമൂഹ്യ സേവനം, അല്ലെങ്കിൽ ഇത് വീട്ടമ്മമാർ തന്നെ ആയിരിക്കണം എന്നില്ല, അല്ലാത്തവരാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി മുഴുകി നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫാമിലി ചിലപ്പോൾ നിങ്ങൾ മക്കളുടെ കൂടെ ഇന്ന് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ വേറൊരു കാര്യം വരുമ്പോൾ അത് ഇപ്പോൾ പറ്റില്ല, നമുക്ക് മാറ്റി വയ്ക്കാം എന്നുള്ളത്. ഇത് ഒരിക്കൽ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, പക്ഷെ പലപ്പോഴായിട്ട് നിങ്ങൾ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ എപ്പോഴും മാറ്റി വയ്ക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അത് നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമാണ് എന്നുള്ളത്. പക്ഷേ അത് എവിടെയാണ് ബാലൻസ് ഇല്ലാത്തത്, ഒരു സന്തുലിതാവസ്ഥ ഇല്ലാതിരുന്നാൽ അതിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് സന്തുലിതാവസ്ഥ ഇല്ലെങ്കിൽ ജീവിതം ഒരു സൈഡിലേക്ക് മാത്രം ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫേ അല്ല. അങ്ങനെ ഒരു ലൈഫ് അല്ലാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, 9 ഓഫ് കപ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജി ആണ്. ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില ആളുകളുടെ കർമ്മഫലമാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഇത് എല്ലാവർക്കും ഉള്ളതല്ല, എന്നിരുന്നാലും പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻ്റ് ആവുന്ന സമയമാണ്. പക്ഷെ അതോടൊപ്പം എടുത്ത് പറയുക ചുരുക്കം ചില ആളുകളിലാണ് ഇത് കർമ്മം, അതായത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പൂർവ്വജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ഒത്തിരി ഡിലേ ആയിട്ടുണ്ടാവും. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 5-10 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുട്ടികൾ ഇതുവരെ ശ്രമിച്ചിട്ട് ആവാത്തവർ ഒരുപക്ഷെ ആ ഒരു പൂർവ്വജന്മ കർമ്മമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യമാവാം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പല ആളുകളും ഇതിന് പറ്റുന്ന വഴിപാടുകൾ കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടാവാം, പ്രായശ്ചിത്തങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്, അതായത് പ്രഗ്നൻ്റ് ആവുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മെഡിസിൻ എടുക്കുന്നതോ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. പലരുടെയും നിങ്ങളുടെ ചെയ്ത കർമ്മഫലം അനുഭവിച്ച് കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞതാവാം. പൂർവ്വജന്മ കർമ്മങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന സമയമാവും. അപ്പോൾ പല കാര്യങ്ങളും ഇതുവരെ മുടക്കം വന്നിട്ടുള്ള കാര്യങ്ങളോ നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളോ തടസ്സമുള്ള കാര്യങ്ങളോ ഒക്കെ നടന്നു കിട്ടുന്ന സമയമാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയുള്ളൊരു സമയമായിരിക്കും ഈ ഒരു മാസം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒത്തിരി പ്രായമായിട്ടുണ്ടെങ്കിലും ഒത്തിരി അലച്ചിൽ കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്.
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനാണ്, വലിയ മാറ്റമാണ് ജീവിതത്തിൽ വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലാണ്. അപ്പോൾ ഇന്ന രീതിയിലൊന്നും അത് എടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.